ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ഒരാൾ എപ്പോഴും ചിന്തിക്കുന്നത് താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നാണ്. എന്നാൽ ആരും അറിയില്ലെന്ന് കരുതി രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഒരിക്കൽ മറന്നേക്ക് പുറത്തു വരുമെന്നതാണ് ഏത് കേസുകൾ പരിശോധിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര സമർത്ഥമായി തെളിവുകൾ നശിപ്പിച്ചാലും സത്യത്തിന് അധികം നാൾ മറഞ്ഞിരിക്കാൻ കഴിയില്ല. അത് കാലത്തിൻ്റെ അടയാളമാണ്. കാലം കഴിയും തോറും അത് ഏതു രൂപത്തിലും പുറത്തു വരുമെന്നതാണ് യാഥാർത്ഥ്യം. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിൽ ഒരേ കല്ലറയിൽ 2 മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ചതോടെ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. അതാരുടെ മൃതദേഹമാണെന്ന് കണ്ടെത്തണം. കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോസ് കറിയുടെ തിരോധാനവും ഈ കേസും തമ്മിൽ ബന്ധമുണ്ടോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിലെ 38 നമ്പർ കല്ലറയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ്? 6 വർഷം മുൻപ് കാണാതായ കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോസ് കറിയുടെ തിരോധാനവും ഈ കേസും തമ്മിൽ ബന്ധമുണ്ടോ? വാണിയപ്പാറയിലെ പൊതുകല്ലറയിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ആ മൃതദേഹമാണോ? ദുരൂഹത നീക്കാൻ കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം വീട്ടിൽ നിന്ന് പിണങ്ങി ഭാര്യ വീട്ടിലേക്ക് പോയ സിജോസ് കറിയെ കൊന്ന് കുഴിച്ചു മൂടിയതാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് വിശദമായി അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചത്. RDOയുടെ അനുമതി കിട്ടിയാൽ ഉടൻ കല്ലറ തുറന്ന് ശാസ്ത്രീയ പരിശോധന നടത്തും. കല്ലറയ്ക്ക് പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും കല്ലറയിൽ 3 മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് സംശയിക്കുന്നതെന്നും ഫാദർ ജിൽബർട്ട് പറഞ്ഞു. തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള കണ്ണൂർ അയ്യൻകുന്ന് വാണിയപ്പാറ ഉണ്ണേശി പള്ളി സെമിത്തേരിയിലെ 38 നമ്പർ കല്ലറയാണ് തുറന്നു പരിശോധിക്കുന്നത്. 2020 ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സിജോസ് സക്കറിയുടെ മൃതദേഹം ഈ കല്ലറയ്ക്കുള്ളിൽ ഉണ്ടെന്ന സംശയം ഉന്നയിച്ച് കുടുംബം രംഗത്തെത്തുകയും DGPക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കല്ലറ തുറക്കാനുള്ള തീരുമാനം. കണ്ണൂർ, കോഴിക്കോട് റൂറൽ SP-മാർക്കാണ് അന്വേഷണ ചുമതല. കല്ലറ തുറക്കുന്നതിന് മുന്നോടിയായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി പള്ളി വികാരിയും പള്ളി കമ്മിറ്റി ഭാരവാഹികളുമായി ചർച്ച നടത്തി. കല്ലറയ്ക്കുള്ളിൽ പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടതെന്താണെന്ന് പരിശോധിക്കണമെന്ന് നേരത്തെ തന്നെ ഇടവക അംഗങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. സംഭവത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. RDOയുടെ അനുമതി കിട്ടിയാലുടൻ കല്ലറ തുറന്ന് ശാസ്ത്രീയ പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. 3ാമതൊരു ബോഡി ഉണ്ടെന്നാണ് അച്ഛൻ്റെ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതിൽ നിന്ന് ആണ് FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം നടക്കാൻ വേണ്ടി പോകുന്നത്. തുടർന്ന് പരിശോധന അടക്കമുള്ള ശാസ്ത്രീയ പരിശോധന എല്ലാം നടക്കും. സയന്റിഫിക് കസ്റ്റഡിയിൽ മറ്റുള്ള എല്ലാവിധ അന്വേഷണം നടക്കും. എല്ലാം കറക്റ്റായ രീതിയിൽ തന്നെ. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് പള്ളി വികാരി ഫാദർ ജിൽബർട്ട് കോന്നിയിൽ പറഞ്ഞു. കല്ലറയിൽ 3 മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് സംശയിക്കുന്നതെന്നും ഫാദർ ജിൽബർട്ട് കോന്നിയിൽ കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന കാര്യത്തിൽ കൃത്യമായ ക്ലാരിറ്റി വന്നു. അതായത് FIR ഇട്ടു. ഞങ്ങൾക്ക് അതിനകത്ത് 3ാമതൊരാളുടെ ശരീരം ഉണ്ട് എന്നുള്ള സംശയം വന്നു. ആ സംശയം തീർച്ചയായിട്ടും കല്ലറ തുറന്ന് അത് DNA ടെസ്റ്റ്, സയന്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തി ആ സംശയം ദൂരീകരിക്കുമെന്ന് പോലീസ് കൃത്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വി ആർ വെരി ഹാപ്പി വിത്ത് ദാറ്റ്. കല്ലറയ്ക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 13-ന് സംസ്കാര ചടങ്ങിനായി കല്ലറ തുറന്ന ഘട്ടത്തിൽ ഒരു ശവപ്പെട്ടിയും പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞു കെട്ടിയ നിലയിൽ മറ്റൊന്നും ഉള്ളിൽ കണ്ടതാണ് സംശയത്തിന് ഇടയാക്കിയത്. എന്നാൽ ദുരൂഹതയില്ലെന്നും 2006-ലും 2015-ലും അടക്കം ചെയ്തവയാണ് 38 നമ്പർ കല്ലറയിൽ കാണപ്പെട്ട മൃതദേഹങ്ങൾ എന്നായിരുന്നു ആദ്യം പോലീസിന്റെ വാദം. ഇതിനിടയിൽ വാണിയപ്പാറ ഇടവകയിൽ നിന്ന് വിവാഹിതനായ കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോസ് സക്കറിയുടെ തിരോധാനം സംബന്ധിച്ച് കുടുംബം പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടായത്. 2014 നവംബറിലാണ് സിജോസ് സക്കറിയ വിവാഹിതനായി വാണിയപ്പാറയിലെത്തിയത്. സ്വന്തം വീട്ടുകാരോട് പിണങ്ങിയതിനെ തുടർന്ന് ഇവർ തമ്മിൽ വർഷങ്ങളോളം ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്ന് സിജോയുടെ ബന്ധുക്കൾ പറയുന്നു. പിന്നീട് 2021 അന്വേഷിച്ചപ്പോഴാണ് സിജോയെ കാണാതായ വിവരം അറിയുന്നത്. അന്ന് കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും വലിയ പുരോഗതി ഉണ്ടായിരുന്നില്ല. സിജോയുടെ ഭാര്യ സഹോദരനാണ് ഈ പള്ളിയിലെ കൈക്കാരൻ എന്നതും സംശയം ബലപ്പെടുത്തുന്നതായി ഇവർ പറയുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഇയാളുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും സ്വാഭാവികമായി അടക്കം ചെയ്ത മൃതദേഹമാണോ അതോ ക്രൂരമായ കൊലപാതകത്തിന്റെ ഇനിയും നശിക്കാത്ത തെളിവുകളാണോ ആ കല്ലറയിലുള്ളതെന്നറിയാൻ
ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. ന്യൂസ് 18 കണ്ണൂർ. നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾക്കൊരു വിശ്വാസമുണ്ടല്ലേ, അവർ അവിടെ സുരക്ഷിതരായിരിക്കുമെന്ന്. എന്നാൽ ഇക്കാലത്ത് കുട്ടികൾക്ക് സുരക്ഷിതമായ ഇടം എവിടെയാണുള്ളത്? കൊച്ചിയിൽ അംഗനവാടിയിൽ വെച്ച് 3.5 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. അംഗനവാടി ജീവനക്കാരുടെ മകനായ 20-കാരനാണ് പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത്. കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ കേസെടുത്ത പോലീസ് എളമക്കര സ്വദേശി കാശിനാഥനെ അറസ്റ്റ് ചെയ്തു. കുട്ടിയുടെ രഹസ്യഭാഗത്ത് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് മാതാപിതാക്കൾ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ആ കുഞ്ഞ് എല്ലാം തുറന്നു പറഞ്ഞത്. കൊച്ചി നഗരസഭാ പരിധിയിലുള്ള അങ്കണവാടിയിലാണ് സംഭവമുണ്ടാകുന്നത്. കുഞ്ഞ് ശുചിമുറിയിൽ പോകുമ്പോൾ അസ്വസ്ഥതയുണ്ടാകുന്നത് കണ്ടപ്പോൾ മാതാപിതാക്കൾക്ക് സംശയം തോന്നി തുടങ്ങി. തുടർന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. അങ്കണവാടിയിൽ സ്ഥിരമായി എത്തുന്ന 20-കാരനിലേക്കാണ് സംശയം നീണ്ടത്. എളമക്കര പോലീസിൽ മാതാപിതാക്കൾ നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. പോക്സോ നിയമപ്രകാരമാണ് കേസെടുത്തത്. പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് വൈകുന്നേരത്തോടെ കസ്റ്റഡിയിലെടുത്തു. എളമക്കര പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. സംഭവം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെയും അറിയിച്ചിട്ടുണ്ട്. അങ്കണവാടിയിലുണ്ടായ സംഭവം ഏവരെയും ഞെട്ടിച്ചു. അങ്കണവാടി ജീവനക്കാരിയുടെ മകനാണ് ഇയാളെന്ന സൂചനയുമുണ്ട്. അതുകൊണ്ടാണ് സ്ഥിരമായി അങ്കണവാടിയിൽ ഇയാൾക്ക് എത്താൻ കഴിഞ്ഞിരുന്നത്. മറ്റു കുട്ടികളുടെ മാതാപിതാക്കളോടും പോലീസ് വിവരങ്ങൾ തിരക്കുന്നുണ്ട്. കുട്ടികളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെന്നാണ് മാതാപിതാക്കളോട് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. വീടുകൾക്കുള്ളിലും പൊതുസ്ഥലത്തും തൊഴിലിടത്തും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ, സൈബർ ആക്രമണങ്ങൾ എന്നിവ തുടർക്കഥ. ലൈംഗിക അധിക്ഷേപം ഉണ്ടായാൽ നീതി തേടി ഒരു സ്ത്രീക്ക് എവിടെയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളിൽ പോലും വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിനിരയായ സ്ത്രീ ഇപ്പോഴും ആ വലിയ ഞെട്ടലിലാണ്. മകനുമായി ഡോക്ടറെ കാണാനെത്തിയ 52-കാരിക്ക് നേരെയാണ് സമീപത്ത് നിന്നയാൾ ലൈംഗിക അതിക്രമം നടത്തിയത്. സമൂഹത്തിൽ സ്ത്രീ സുരക്ഷയില്ലെന്നും നിയമപരമായി പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും തീരെ തുറന്നു പറയുന്നു. സംഭവശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ജനറൽ ആശുപത്രിയിലെ ഓർത്തോ വിഭാഗത്തിൽ ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ടോക്കൺ എടുത്ത് ഡോക്ടറെ കാണാൻ നിന്ന സ്ത്രീക്ക് നേരെ പിന്നിൽ നിന്ന മധ്യവയസ്കനാണ് ലൈംഗികാതിക്രമവും നഗ്നതാ പ്രദർശനവും നടത്തിയത്. ക്യൂവിൽ നിന്ന് സ്ത്രീ പ്രതികരിച്ചതോടെ ഇയാൾ സംഭവസ്ഥലത്ത് നിന്ന് ഇറങ്ങിയോടി. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു അനുഭവമെന്ന് ഇരയായ സ്ത്രീ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ക്യൂ നിന്ന കൂട്ടത്തിൽ എൻ്റെ പുറകിൽ ഒരു 40-50 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കി, ഇതെന്തുവാ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അയാൾക്ക് ഒരടി കൊടുത്തു. പക്ഷെ പുള്ളിയുടെ ഫ്രണ്ട് ഫുള്ള് നനഞ്ഞിരിക്കുന്നതേയും കണ്ടു. അവൻ ഓടുകയും ചെയ്ത്. ഓർത്തോ ഡോക്ടറെ കാണാൻ ക്യൂ നിന്നതാ. ഈ അനുഭവം എനിക്ക് ആദ്യത്തെ ജീവിതത്തിൽ എനിക്കിതിപ്പോ ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവമാണ്. ആശുപത്രിക്കുള്ളിൽ വലിയ തിരക്കാണെന്നും സൗകര്യങ്ങളില്ലെന്നും ഒപ്പമുണ്ടായിരുന്നവർ പറയുന്നു. ബോധപൂർവം സ്ത്രീയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നാണ് ഇയാൾ അതിക്രമം നടത്തിയതെന്ന് ദൃക്സാക്ഷിയായ മറ്റൊരു സ്ത്രീയും വെളിപ്പെടുത്തി. അവിടെ ഒരു നമുക്ക് പറഞ്ഞു ഒരു എന്താ പറയുന്നത്, ഒരു ഡോക്ടർ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണെന്നേ പറയത്തുള്ളൂ. ഒരു ചന്ത സിറ്റുവേഷനാണ് അവിടെ. അത് നമുക്ക് തുറന്നു പറയാൻ പറ്റും. കാരണം ഒരു സെക്യൂരിറ്റി ഇല്ല, ഒരു അറ്റൻഡർ ഇല്ല, ഒരു സ്റ്റാഫ് ഇല്ല അവിടെ നിയന്ത്രിക്കാൻ. വരുന്നവർക്ക് വരുന്നവരുടേതായ രീതിയാണ്. അവിടെ നടന്നില്ലെങ്കിലേ ഉള്ളൂ കുറ്റം. നമ്മളെ നിയന്ത്രിക്കാൻ ഒരു സ്റ്റാഫ് കാണുമല്ലോ അവിടെ, അതില്ല. ആശുപത്രി സൂപ്രണ്ടിന് ലൈംഗികാതിക്രമത്തിന് ഇരയായ സ്ത്രീ വാക്കാൽ പരാതി നൽകിയെങ്കിലും നിയമപരമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നാണ് പ്രതികരണം. പോലീസ് സ്വമേധയാ കേസെടുത്താലും സഹകരിക്കാൻ കഴിയില്ലെന്ന് ഇരയായ സ്ത്രീ പറഞ്ഞു. അതേസമയം പരാതി കിട്ടിയില്ലെങ്കിലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കുട്ടിക്കാലത്ത് എല്ലാവർക്കും പല സ്വപ്നങ്ങളും ഉണ്ടാകുമല്ലേ?
വലിയ കായിക താരമാകണമെന്നും കലാപ്രതിഭയാകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവർ. അതിനായി ചെറുപ്പം മുതൽ പരിശീലനം നടത്തുന്ന കുട്ടികളെ കാണാറുണ്ട്. എന്നാൽ ആ പരിശീലകൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ദുരനുഭവം ഉണ്ടായാലോ പിന്നെ മാനസികമായി തകർന്നു പോകും, കായിക ഭാവി തന്നെ ഇല്ലാതാകും. തിരുവനന്തപുരം വള്ളക്കടവിലെ മനു എന്ന ക്രിക്കറ്റ് കോച്ച് ഇങ്ങനെ കുറേ കുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. 2018 മുതൽ നടന്ന ലൈംഗിക പീഡന കേസിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഇയാൾ പിടിക്കപ്പെട്ടത്. കുട്ടിയെ പീഡിപ്പിച്ച ക്രിക്കറ്റ് കോച്ച് രണ്ടാമത്തെ കേസിലും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. ചൊവ്വാഴ്ചയാണ് ശിക്ഷാവിധി. ക്രിക്കറ്റ് പരിശീലനത്തിനായി വന്ന വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിലാണ് കോച്ചായിരുന്ന വള്ളക്കടവ് ശ്രീവരാഹം സ്വദേശി മനു എം രണ്ടാമത്തെ കേസിലും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയാണ് വിധി പറഞ്ഞത്. ബലാത്സംഗ ശ്രമത്തിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ശിക്ഷാവിധി ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. തിരുവനന്തപുരത്തെ പ്രമുഖ ക്രിക്കറ്റ് കോച്ചിംഗ് സെന്ററിൽ 2018 പരിശീലനത്തിനായി കുട്ടിയെത്തുന്നത്. ആദ്യം കുറച്ചു നാളുകൾക്ക് ശേഷം കുട്ടിയെ പരിശീലനത്തിന് എന്ന് പറഞ്ഞ് ജിമ്മിലേക്കും ശുചിമുറികളിലേക്കും മറ്റും കൊണ്ടുപോയാണ് ലൈംഗികമായി പീഡിപ്പിച്ചത്. ഇതുകൂടാതെ കുട്ടിയുടെ നഗ്ന ഫോട്ടോയും വീഡിയോയും പ്രതി എടുക്കുകയും മറ്റൊരു കേസിലെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി ഈ കേസിലെ അതിജീവിതയുടെ നഗ്ന വീഡിയോ എടുപ്പിക്കുകയും ചെയ്തിരുന്നു. 2019 കുട്ടി കോച്ചിങ്ങിനായി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. പീഡനം പുറത്തു പറഞ്ഞാൽ ക്രിക്കറ്റ് ഭാവി തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ കുട്ടി ഇക്കാര്യം ആരോടും പറഞ്ഞില്ല. ഈ കുട്ടിക്ക് പുറമെ പരിശീലനത്തിനെത്തിയ മറ്റ് 5 കുട്ടികളെയും പ്രതി പീഡിപ്പിച്ചിട്ടുണ്ട്. പീഡനത്തിൽ മനം നൊന്ത് ഇവരും വേറെ സ്ഥലത്തേക്ക് കോച്ചിങ്ങിന് പോയി. ഇവരും പ്രതിയെ ഭയന്ന് സംഭവം പുറത്തു പറഞ്ഞിരുന്നില്ല. 2024 തിരുവനന്തപുരത്ത് നടന്ന പെൺകുട്ടികളുടെ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ എത്തിയ ഒരു പെൺകുട്ടി വർഷങ്ങൾക്ക് ശേഷം പ്രതിയെ കണ്ടതിനെ തുടർന്ന് ഭയന്ന് ബഹളം വെച്ചപ്പോഴാണ് പീഡന സംഭവം പുറത്തറിയുന്നത്. ഈ കുട്ടിയുടെ പരാതി പുറത്തറിഞ്ഞതോടെയാണ് മറ്റു കുട്ടികൾക്കും പരാതി നൽകാനുള്ള ധൈര്യം ലഭിച്ചത്. തുടർന്ന് പ്രതിക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 4 കേസുകളുടെ വിചാരണ പൂർത്തിയായി. ഒരു കേസിൽ പ്രതിയെ ഇതേ കോടതി 16 വർഷം കഠിന തടവിനും പിഴയ്ക്കും കഴിഞ്ഞ മാസം ശിക്ഷിച്ചിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് RS വിജയ് മോഹൻ കോടതിയിൽ ഹാജരായി. ന്യൂസ് 18 തിരുവനന്തപുരം. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാലും ഉന്നത പഠനത്തിന് പ്രതിസന്ധി ഉണ്ടായാലും ജീവിതം തന്നെ തകർന്നെന്ന് കരുതുന്ന ചില കുട്ടികളെക്കുറിച്ച് കേൾക്കാറില്ല. പിന്നെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ. കാസർഗോഡ് ബേക്കലിൽ 16-കാരിയെ ജനാലക്കമ്പിയിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയ സംഭവം അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ബേക്കൽ സ്വദേശി ഇസ്മയിലിൻ്റെ മകൾ ഫാത്തിമത്ത് റിൻഷയാണ് ജീവനൊടുക്കിയത്. സംഭവത്തിൽ ബേക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. +1 ആദ്യത്തെ 2 അലോട്ട്മെൻറ്റിലും റിൻസയ്ക്ക് സീറ്റ് ലഭിച്ചിരുന്നില്ല. ഇതിൻ്റെ വിഷമത്തിലായിരിക്കും ജീവനൊടുക്കിയതെന്നാണ് സംശയം. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താഴെ മൊവ്വലിലാണ് 16-കാരിയെ കിടപ്പുമുറിയുടെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താഴെ മൊവ്വൽ സീനത്ത് മൻസലിൽ ഇസ്മയിലിന്റെ മകൾ ഫാത്തിമത്ത് റിൻഷയാണ് ജീവനൊടുക്കിയത്. വിവരമറിഞ്ഞ് ബേക്കൽ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. റിൻഷ തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പരീക്ഷയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയിരുന്നു. എന്നാൽ ആദ്യത്തെ 2 അലോട്ട്മെന്റിലും +1 സീറ്റ് ലഭിച്ചിരുന്നില്ല. ഇതിന്റെ വിഷമത്തിലായിരിക്കും ജീവനൊടുക്കിയതെന്നാണ് സംശയിക്കുന്നത്. സംഭവത്തിൽ ബേക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. മാട്രിമോണിയൽ സൈറ്റുകൾ വഴി പങ്കാളിയെ തേടുന്നവരെ ലക്ഷ്യമിട്ട് സാമ്പത്തിക തട്ടിപ്പുകളും ലൈംഗിക ചൂഷണവും വ്യാപകമായി നടക്കുന്നുണ്ട്. വ്യാജ പ്രൊഫൈലുകൾ നിർമ്മിച്ച് ആളുകളെ വിശ്വസിപ്പിച്ച ശേഷം പണം തട്ടിയെടുക്കുക, രഹസ്യ വിവരങ്ങൾ ചോർത്തുക, അശ്ലീല ചിത്രങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്നിവ സ്ഥിരം തട്ടിപ്പ് രീതികളാണ്. എന്നാൽ തട്ടിപ്പിനിരകളായാലും പലരും നാണക്കേട് കാരണം പുറത്തുപോലും പറയില്ല. ഇങ്ങനെയൊരു തട്ടിപ്പിൻ്റെ കഥയാണ് പെരുമ്പാവൂരിൽ നിന്നും കേട്ടത്.
വിവാഹ വാഗ്ദാനവും ബിസിനസ് പങ്കാളിത്ത വാഗ്ദാനവും നൽകി യുവാക്കളിൽ നിന്ന് കോടികൾ തട്ടിയെന്ന കേസിൽ യുവതി അറസ്റ്റിലായി. ആലുവ എടത്തല സ്വദേശിനി ഷംല ഷമീറാണ് പിടിയിലായത്. സമൂഹ മാധ്യമങ്ങളും മാട്രിമോണി സൈറ്റുകളും വഴി പരിചയപ്പെട്ടവരെയാണ് ഷംല ഇരകളാക്കിയിരുന്നത്. വാഴക്കുളം മഞ്ഞപ്പെട്ടി സ്വദേശിയായ യുവാവിൽ നിന്ന് 50 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിലാണ് ആലുവ എടത്തല സ്വദേശിനിയായ ഷംല ഷമീറിനെ അറസ്റ്റ് ചെയ്തത്. 2024 സെപ്റ്റംബർ 3 മുതൽ നവംബർ 20 വരെ പല ഘട്ടങ്ങളിലായി ബാങ്ക് അക്കൗണ്ടുകളും ഗൂഗിൾ പേയും വഴി പണം കൈപ്പറ്റിയെന്നാണ് കേസ്. ബിസിനസ് പാർട്ണർ ആക്കാമെന്നും പിന്നീട് വിവാഹം കഴിക്കാമെന്നും വിശ്വസിപ്പിച്ച ശേഷമാണ് പണം വാങ്ങിയതെന്നാണ് പരാതിക്കാരന്റെ ആരോപണം. യുവാവിനെ ബിസിനസ് പാർട്ണർ ആക്കുകയോ പിന്നീട് പണം തിരികെ നൽകുകയോ ചെയ്തില്ല. സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെടുന്ന യുവാക്കളിൽ നിന്ന് ഷംല ആദ്യം ചെറിയ തുകകൾ വാങ്ങുകയും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി വലിയ തുകകൾ കൈപ്പറ്റുകയും ചെയ്തിരുന്നുവെന്ന് പോലീസ് പറയുന്നു. യുവാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പെരുമ്പാവൂർ പോലീസ് പ്രതിയെ ഓടക്കാടിയിലെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. വയനാട്, കോതമംഗലം, ആലുവ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി പേർ സമാന രീതിയിൽ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. എറണാകുളത്തെ ഒരു മാളിലേക്ക് കാരി ബാഗുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ഓർഡർ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ആലുവ സ്വദേശിയിൽ നിന്ന് 11 ലക്ഷം രൂപ തട്ടിയെടുത്തതായും അന്വേഷണത്തിൽ കണ്ടെത്തി. തട്ടിപ്പിനോട് ലഭിച്ച പണം ആഡംബര ജീവിതത്തിനായാണ് ഉപയോഗിച്ചിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. വിവാഹിതയും 2 കുട്ടികളുടെ മാതാവുമായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ തട്ടിപ്പ് കേസുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. ചില ക്രൈം ത്രില്ലർ സിനിമകൾ മനുഷ്യരെ വല്ലാതെ സ്വാധീനിക്കാറുണ്ട്. ഒരു കൊലപാതകം നടത്താനും തെളിവ് നശിപ്പിക്കാനുമൊക്കെ സിനിമാ മോഡൽ പരീക്ഷിക്കുന്ന കുറ്റവാളികളുടെ കഥകൾ കേൾക്കാറില്ലേ? തമിഴ്നാട് കോയമ്പത്തൂരിൽ യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയ കേസ് സിനിമാ കഥകളെപ്പോലും വെല്ലുന്നതാണ്. ഭാര്യയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കിണറ്റിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി. ബീഹാർ സ്വദേശിയായ ചോട്ടാലാൽ മണ്ഡലിനെയാണ് ശിരമുഖ പോലീസ് പിടികൂടിയത്. ഭാര്യ സംഗീതാദേവിയെ ചോട്ടാലാൽ കൊലപ്പെടുത്തിയത് മറ്റൊരാളുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സംശയത്തിലാണ്. അന്നൂർ മേട്ടുപ്പാളയം റോഡിൽ ഗോപിരാശിപുരത്ത് അറ്റകുറ്റപ്പണിക്കായി അടച്ചുപൂട്ടിയ സ്പിന്നിംഗ് മില്ലിന്റെ കിണറ്റിലാണ് മൃതദേഹം കൈകാലുകൾ കെട്ടി ചാക്കിനകത്താക്കിയ നിലയിൽ കണ്ടെത്തിയത്. 5 അടിയോളം വെള്ളമുള്ള 15 അടി താഴ്ചയുള്ള കിണറ്റിലാണ് ചാക്കുകെട്ട് കണ്ടെത്തിയത്. തൊഴിലാളികൾ നൽകിയ വിവരമനുസരിച്ച് പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിലാണ് ചോട്ടലാൽ കസ്റ്റഡിയിലായതും ഇയാളുടെ ഭാര്യ 27-കാരിയായ സംഗീതാദേവിയാണ് കൊല്ലപ്പെട്ടതെന്ന് വ്യക്തമായതും. പത്തിതര സംസ്ഥാനക്കാർ പ്രദേശത്തു നിന്ന് മാറി നിൽക്കുന്നുണ്ടെന്ന് കണ്ടെത്തി ഓരോരുത്തരെയായി നിരീക്ഷിച്ചാണ് പോലീസ് ചോട്ടാലാലിലേക്ക് എത്തിയത്. കൊലയ്ക്ക് ശേഷം ബീഹാറിലേക്ക് പോയിരുന്ന പ്രതി ജോലിസ്ഥലത്തെ അവസ്ഥ മനസ്സിലാക്കാനായി തിരിച്ചെത്തിയപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതോടെയാണ് ഭാര്യ സംഗീതാദേവിയെ കൊന്ന കാര്യം പ്രതി സമ്മതിച്ചത്. ഭാര്യയുടെ പൂർവ്വകാല ബന്ധം അറിഞ്ഞതോടെയാണ് ഇരുവരും തമ്മിൽ വഴക്ക് തുടങ്ങിയത്. തുടർന്ന് ഭാര്യയെ ഇവിടെ എത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പ്രതി മൊഴി നൽകി. ചോട്ടാലാൽ ശുചീകരണ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ കിണറ്റിലായിരുന്നു അടുത്തിടെ മൃതദേഹം കാണപ്പെട്ടത്. ന്യൂസ് 18 ചെന്നൈ. പെണ്ണുങ്ങളുടെ മേൽ കൈവയ്ക്കുന്നു, കൂലി നൽകുന്നില്ല, വേറെ പണിക്ക് പോകാൻ സമ്മതിക്കുന്നില്ല, ചോദ്യം ചെയ്താൽ മർദ്ദനം. പട്ടാമ്പിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞ പരാതിയാണിത്. കരാറുകാരും ഇടനിലക്കാരും തൊഴിൽ നിഷേധിക്കുകയാണെന്നും ചോദ്യം ചെയ്തതിന് മർദ്ദിച്ചുവെന്നും തൊഴിലാളികൾ പറഞ്ഞു. കരാറുകാർ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതായും ആരോപണമുണ്ട്. എന്നാൽ സംഭവത്തിൽ ഇടപെടേണ്ടത് ലേബർ ഓഫീസർ എന്നാണ് പോലീസിന്റെ നിലപാട്.
തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി പട്ടാമ്പി പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിയത്. കാര്യമറിയാതെ പോലീസുകാരും ആദ്യം അങ്കലാപ്പിലായി. പിന്നീട് ഉയർന്ന ഉദ്യോഗസ്ഥരെത്തി ഇതര സംസ്ഥാന തൊഴിലാളികളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ പുറത്തുവന്നത്. കരാറുകാർ പണിക്ക് കൊണ്ടുപോയി കൂലി കുറച്ചു നൽകുന്നു എന്നാണ് പരാതി. லேபர் கூலி வந்து பெண்ணால இப்ப 1000 ரூபாய் ஆனால 1100 ரூபாய் ஜோதிச்சு வாங்குது. அவட பணி சைட்ல எல்லாம் எந்த ஒரு பிரச்சனையும் இல்ல. இவட வந்து கான்ட்ராக்டுக்காரு எங்களுக்கு முதலாவணும் இல்லையா, நீங்க இத்தனை கூலி மேடிச்சா நாங்களுக்கு கொடுக்கணும் இல்லையா, நாங்களுக்கு லாபம் இல்ல, நீங்க பணிக்கு போகலான்னு என்ன பிரச்சனை. அப்ப இந்திக்காரெல்லாம் ஜோதிச்சப்ப இந்திக்காரனை தள்ளி அப்போ நாங்க ஸ்டேஷனுக்கு நடந்தப்போ நீங்க ஸ்டேஷனுக்கெல்லாம் யாரும் போட நான் ஸ்டேஷன்ல கம்ப்ளைண்ட் கொடுத்தாச்சு, கோர்ட்டுக்கு கம்ப்ளைண்ட் கொடுத்தா நீ போய் நோக்குன்னு பறிச்சாங்க. நாங்க ஒரு மணி நேரம் கழிச்சு தான் ஸ்டேஷனுக்கு வந்து ஸ்டேஷன்ல வந்து கம்ப்ளைண்ட் பறிச்சப்போ போலீஸ்காரர் எந்த பறியுது, ஆணாளுக்கு 900 பெண்ணாளுக்கு 800 ரூபாய் கூலி, அதுக்கு நிக்காம பட்டினீங்க நிக்கி இல்லைங்க அவங்க நாடு வீடுன்னு பட்டு. ഇതേ തുടർന്ന് രാവിലെ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് കരാറുകാരും തൊഴിലാളികളും വാക്കുതർക്കമുണ്ടാവുകയും തൊഴിലാളിക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു. കൂലി കൂട്ടി നൽകുന്നില്ലെന്നും മറ്റു പണികൾക്ക് പോകാൻ കരാറുകാർ സമ്മതിക്കുന്നില്ല എന്നും ഇവർ പറഞ്ഞു. இப்போ அப்போ ஃபர்ஸ்ட்ல பண்ணோம் 1300 1000 கூலி 900 சாலை சப்போர்ட் பண்ணோம். இப்போ 1300 குடிக்கி இப்போ நம்மளுக்கு தள்ளனா பணிக்கு போனா பணி வேண்டாம், நீங்க நட்டிக்கு போயிச்சு அது அடிச்சன வேணும் 10 நாளே அண்டாவே டெய்லி ரோட்ல வேணும். அது வேற நம்மள கொண்டு போறோம், வேற 1000 கூலி கொடுத்து அவருக்கு பர்சன் ஒண்ணும் இல்ல. இந்த பணி ആൾക്കാർ ഉണ്ട്, അവർക്ക് പർസൺ ഉണ്ട്, അവർക്ക് ആൾക്കാർ വരില്ല. അവിടെ കുറച്ച് പൈസ കൊടുത്തു ആ ബൈക്കിന് ആളുകൾ. കരാറുകാർ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതായി സ്ത്രീ തൊഴിലാളികൾ ആരോപിക്കുന്നു. പണിക്ക് പോണ പെണ്ണുങ്ങൾ മേലെ കൈ വെക്കുന്നുണ്ട്, വർത്തനങ്ങൾ തപ്പാ വർത്തനം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഭാര്യ ഭർത്താവ് ഇല്ലാതെ പോലെ നീ കിടക്ക വരണുണ്ടെന്ന് പറയുന്നുണ്ട്. പട്ടാമ്പിയിലെ വിവിധയിടങ്ങളിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിലുള്ളവരാണ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. എന്നാൽ സംഭവത്തിൽ ഇടപെടേണ്ടത് ലേബർ ഓഫീസാണെന്ന് പോലീസ് വ്യക്തമാക്കി. മർദ്ദനമേറ്റ തൊഴിലാളികളുടെ പരാതി പോലീസ് സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 മണിക്കൂറോളം നേരം പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയ ശേഷമാണ് തൊഴിലാളികൾ പിരിഞ്ഞുപോയത്. ന്യൂസ് 18 പട്ടാമ്പി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വർഷങ്ങളുടെ നിയമ പോരാട്ടം കണ്ടു. പല അട്ടിമറികൾ നടന്ന കേസിൽ അതിജീവിതയ്ക്ക് ഇപ്പോഴും നീതി അകലെയാണ്. അവരുടെ ഭാവിയും സ്വപ്നങ്ങളുമെല്ലാം തകർത്തവർക്ക് ശിക്ഷ കുറഞ്ഞു പോയെന്ന ആക്ഷേപമുണ്ട്. അതിനിടെയാണ് ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യവുമായി പ്രതികൾ കോടതിക്ക് മുന്നിലെത്തിയത്. പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികളുടെ ഹർജിയിൽ വാദം കേൾക്കാൻ ഹൈക്കോടതിയുടെ തീരുമാനം അപ്പീൽ 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ വിശദമായ നിലപാടറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. കേസിലെ 1-ാം പ്രതി പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികളാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി അപ്പീൽ പരിഗണിക്കുന്ന കാലയളവിൽ താൽക്കാലികമായി മരവിപ്പിക്കണമെന്നും ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദമായ നിലപാട് അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. സർക്കാർ നിലപാട് ലഭിച്ച ശേഷം ശിക്ഷ മരവിപ്പിക്കണമെന്ന ഹർജിയിൽ വിശദമായ വാദം കേൾക്കും. കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കാനായി മാറ്റി. കേസിൽ വിചാരണ കോടതിയുടെ വിധി റദ്ദാക്കണം, അപ്പീൽ തീരുന്നതുവരെ തടവ് ശിക്ഷ മരവിപ്പിക്കണം, അപ്പീൽ പരിഗണിക്കുന്ന കാലയളവിൽ ജാമ്യം അനുവദിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതികൾ ഉന്നയിച്ചിരിക്കുന്നത്. അന്വേഷണത്തിൽ ഗുരുതരമായ നടപടിക്രമ പിഴവുകൾ സംഭവിച്ചു, ചില തെളിവുകൾ നിയമപരമായി അംഗീകരിക്കാനാവാത്തവയാണ് തുടങ്ങിയ കാര്യങ്ങളും പ്രതികൾ ഉന്നയിച്ചിട്ടുണ്ട്. 2025 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികളെ കുറ്റക്കാരായി കണ്ടെത്തിയത്. തുടർന്ന് കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് 20 വർഷം കഠിന തടവും പിഴയും വിധിച്ചു. അതേസമയം 8-ാം പ്രതിയായ ദിലീപ് ഉൾപ്പെടെ 4 പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരുന്നു. 2017 ഫെബ്രുവരി 17-നാണ് നടിയെ ആക്രമിക്കപ്പെട്ടത്. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നയാളെന്നാരോപിച്ച് ഒഡീഷയിൽ മലയാളിക്ക് നേരെ ആൾക്കൂട്ടാക്രമണം. സാമ്പൽപൂർ ജില്ലയിൽ ധോബപാടയിലാണ് വെൽഡിംഗ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന മലയാളി ആക്രമണത്തിനിരയായത്. പോലീസ് എത്തി ചോദ്യം ചെയ്തപ്പോൾ നിരപരാധിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ നാട്ടിലേക്ക് അയച്ചു. കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ എ റഹീമാണെന്ന വ്യാജ പ്രചാരണത്തിനെതിരെ പോലീസ് കേസെടുത്തു. 2 UDF അനുകൂല ഫേസ്ബുക്ക് ഐഡികൾക്കെതിരെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തത്.
46 ഗ്രാം MDMAയുമായി യുവതിയും യുവാവും വടക്കഞ്ചേരിയിൽ പിടിയിൽ. പിടിയിലായത് കോട്ടയം പൊൻകുന്നം സ്വദേശി എലിസബത്ത്, ഈരാറ്റുപേട്ട അരുവിച്ചിറ സ്വദേശി ഷാഹുൽ സുനീർ എന്നിവർ. പാലക്കാട് 2 കിലോ കഞ്ചാവുമായി പിടിയിലായ തമിഴ്നാട് സ്വദേശിനിക്ക് 1 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പാലക്കാട് സെക്കൻഡ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ധർമ്മപുരി സ്വദേശി റാണിയെ. മൂവാറ്റുപുഴയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. പെരിങ്ങഴ കവലയ്ക്ക് സമീപം 3 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. കോഴിക്കോട് തിരുവമ്പാടി KSEB ഓഫീസിന് മുൻവശം സ്ത്രീയെ വാഹനമിടിച്ച ശേഷം നിർത്താതെ പോയവർ എന്ന് സംശയിക്കുന്നവരുടെ ഫോട്ടോ പുറത്തുവിട്ട് പോലീസ്. ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുകയാണെങ്കിൽ അറിയിക്കണമെന്ന് തിരുവമ്പാടി പോലീസ്. മക്കളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തണമെന്നാണ് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങി നൽകും. കുട്ടികളുടെ ഏത് ഇഷ്ടവും സാധിച്ചു കൊടുക്കും. എന്നാൽ മക്കളെ കേൾക്കാനോ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ നിങ്ങൾ സമയം കണ്ടെത്താറുണ്ടോ? മാതാപിതാക്കളിൽ നിന്ന് സ്നേഹവും കരുതലും പരിചരണവും സുരക്ഷയും തണലും ലഭിക്കുമെന്ന തോന്നൽ ചെറുപ്പം മുതലേ കുട്ടികളിൽ വളർത്തിയെടുക്കണം. ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത് വളരെയധികം ആവശ്യമാണ്. പരീക്ഷാ തോൽവിയും തുടർ പഠനങ്ങളെക്കുറിച്ചുള്ള ആശങ്കയും കുടുംബ പ്രശ്നങ്ങളുമൊക്കെ കുട്ടികളെ മാനസികമായി തകർത്ത് കളയും. പലപ്പോഴും ഒറ്റപ്പെടലാണ് കുഞ്ഞുങ്ങളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അതിനാൽ തന്നെ ചെറുപ്പം മുതലേ എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ ഉണ്ടാകണം. വിജയവും പരാജയവും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. ഇതോടെ പോലീസ് ഫെഡറൽ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.